ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തെ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് പരമമായ ആ ചൈതന്യം നിലകൊള്ളുന്നു. എല്ലാവരുടെ ഉള്ളിലും പുറത്തും ആകാശത്തിലും ഭൂമിയിലും ഇടവും വലവും മേലെയും എല്ലാം നിറഞ്ഞിരിക്കുന്നു. അത് തന്നെ, അതില്ലാത്ത ഒരു ഇടവുമില്ല. അതിനാൽ അതിനെക്കുറിച്ച് ഒരു കവി പറഞ്ഞിരിക്കുന്നത് എന്താണ്? മണിഗണങ്ങൾ ചരടിലെങ്ങനെ കോർത്തുകൊണ്ടു കിടക്കുമോ, ഗുണനിധേ ഭുവനങ്ങളങ്ങിനെ നിന്നിലും ഹരിഗോവിന്ദ. മണിവിളക്കു കണക്കെയുള്ളിൽ നിറഞ്ഞിടുന്നൊരു നിന്നുടെ കളികൾ കണ്ടതി വിസ്മയത്തോടു കൂടിയെന്നു വസിപ്പു ഞാൻ. ആ ഈശ്വരൻ്റെ വൈഭവം കണ്ടുകൊണ്ട് എന്നാണ് എനിക്ക് വസിക്കാൻ കഴിയുന്നത് എന്ന് പറയുകയാണ്. മണിഗണങ്ങൾ, മണിയുടെ കൂട്ടങ്ങൾ ചരടിലെങ്ങനെ കോർത്തുകൊണ്ടു കിടക്കുമോ. ഒരു നൂലിൽ കുറേ മണികൾ കോർത്തു നിൽക്കുന്നത് പോലെ ഓരോ മണിക്കും ഒരു നൂലാണ്. നമ്മുടെ ശരീരമാകുന്ന മണികൾ ഈശ്വരനാകുന്ന നൂലിനാൽ കോർക്കപ്പെട്ട് കിടക്കുന്നു. എല്ലാത്തിനും പരസ്പരം ബന്ധമുണ്ട്. മണികൾ പല വലുപ്പത്തിലും പല ആകൃതിയിലും പല നിറത്തിലും എങ്ങനെയുമാകാം, പക്ഷെ നൂലൊന്നും. ഇതിലെല്ലാത്തിലൂടെയും കടന്നു പോകുന്നത് ഒരേ നൂല. അതാണ് മണിഗണങ്ങൾ, മണിയുടെ കൂട്ടങ്ങൾ ചരടിലെങ്ങനെ കോർത്തുകൊണ്ടു കിടക്കുമോ. ആ ചരടിൽ ഈ മണികൾ എപ്രകാരമാണോ കോർത്ത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതുപോലെ ഗുണനിധേ ഭുവനങ്ങൾ അങ്ങിനെ നിന്നിലും ഹരിഗോവിന്ദ. ഈ ഭുവനങ്ങൾ, ഈ 14 ലോകം എന്ന് പറയുന്നു. ആ 14 ലോകങ്ങളെയും പരസ്പരം തമ്മിൽ കൂട്ടി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈശ്വരനിലാണ്. മണിഗണങ്ങൾ ചരടിലെങ്ങനെ കോർത്തുകൊണ്ടു കിടക്കുമോ, ഗുണനിധേ ഭുവനങ്ങൾ അങ്ങിനെ നിന്നിലും ഹരിഗോവിന്ദ. ഗുണത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരിക്കുന്ന അങ്ങയിൽ സർവഭുവനങ്ങളും കോർത്തുകൊണ്ട് കിടക്കുന്നു. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ആവുന്നു തന്നെയാണ്. മണിവിളക്കു കണക്കെ ഉള്ളിൽ വിളങ്ങിടുന്നൊരു നിന്നുടെ, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് പോലെ ആ സർവേശ്വരൻ്റെ കളികൾ കണ്ടതി വിസ്മയത്തോടു കൂടിയെന്ന് വസിപ്പു ഞാൻ. ആ ഭഗവാന്റെ ഒരു ലീലാവിലാസമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അവതാരവും അവതാര ലീലകളും എല്ലാം തന്നെ. അപാരമായ കഴിവുകളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ആ കഴിവുകൾ അറിയാതെയാണ് പലരും കഴിഞ്ഞു പോകുന്നത്. ആ അറിവുകൾ കഴിഞ്ഞ് അനുഭവവേദ്യമായ എത്രയോ വ്യക്തികൾ ഈ ഭൂമുഖത്തുണ്ട്. അവരുടെ വാക്കുകളാണ് നമുക്ക് സുഭാഷിതങ്ങളായി, സത്യവചനങ്ങളായി നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മളിൽ ആ മണിവിളക്കിനെ മറച്ചിരിക്കുന്ന അജ്ഞാനമാകുന്ന മറ നീങ്ങിക്കിട്ടും. അറിവില്ലായ്മയാകുന്ന മറയാണ് ആത്മജ്ഞാനത്തെ മറച്ചിരിക്കുന്നത്. ആ മറവ് നീക്കേണ്ടതും നാം തന്നെയാണ്. വന്നു ചേർന്നിരിക്കുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ജ്ഞാനാഭ്യാസം നിരന്തരം നമ്മൾ ചെയ്യണം. ജ്ഞാനാഭ്യാസം ചെയ്യണമെങ്കിൽ വിരക്തിയും ഭക്തിയും ഉണ്ടാകണം. വിരക്തി എന്നാൽ ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ സത്യമാണെന്നും
അതാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് സുരക്ഷയായിട്ടുള്ളത് എന്നുമുള്ള തോന്നൽ നമ്മളിൽ നിന്നും ഇല്ലാതാകും. അത് ഇല്ലാതായാൽ മാത്രമേ ഈശ്വരനോടുള്ള ആശ്രയബുദ്ധി നമുക്ക് വരികയുള്ളൂ. ഈശ്വരനിലുള്ള ആശ്രയബുദ്ധി നമുക്കില്ലെങ്കിൽ നമുക്ക് ആശ്രയമായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളാണ്. ഭാര്യയും ഭർത്താവും മക്കളും സമ്പത്തും വീടും അയൽക്കാരും ഇതെല്ലാം നമുക്ക് ആശ്രയ ബുദ്ധിയായി തോന്നപ്പെടുന്നു. ഈ ആശ്രയബുദ്ധി നമുക്ക് ഓരോന്നും വേറെ വേറെയായി തോന്നുന്ന അജ്ഞാനബുദ്ധി നമുക്കില്ലാതാവണമെങ്കിൽ ആ പരമമായ സത്യത്തെ അറിയണം. എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ചരടിനെ അറിയണം. ഈ അറിവാണ് നേടേണ്ടത്. അതാണ് പറയുന്നത്, മണിഗണങ്ങൾ ചരടിലെങ്ങനെ ഓർത്തുകൊണ്ടു കിടക്കുമോ, ഗുണനിധി ഭുവനങ്ങളങ്ങിനെ നിന്നിലും ഹരിഗോവിന്ദം. മണിവിളക്കു കണക്കയുള്ളിൽ വിളങ്ങിടുന്നൊരു നിന്നെ ഞാൻ, കഴലികൾ കണ്ടതി വിസ്മയത്തോടു കൂടിയെന്ന് വസിക്കും ഞാൻ എന്നാണ് ആ സർവേശ്വരൻ്റെ ആ ലീലകൾ കണ്ട് പരമാനന്ദിയായി ഞാൻ കഴിയുന്നത്. ആ ഒരവസ്ഥ എനിക്ക് തരണേ എന്ന് സർവേശ്വരനോട് സമർപ്പണം ചെയ്യുകയാണ്. പ്രാർത്ഥന എന്നാൽ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. അത് നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഈ അറിവ് കിട്ടുമ്പോൾ ആ സമർപ്പണ ബുദ്ധി നമുക്ക് തനിയേ ഉണ്ടാകും. അപ്പോൾ സ്വാർത്ഥതയും അഹങ്കാരവും അജ്ഞാനവും ഇല്ലാതെയാകും. അതില്ലാതെയായി കഴിഞ്ഞാൽ പരമമായ സത്യം എന്തെന്ന് വെളിവായി കിട്ടും. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യബോധം മറക്കാതെ വേണം നമ്മൾ ജീവിക്കാൻ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.